നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്കിന്ന് സാറിന് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മുടെ ഈ മൂലകളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അഗ്നിമൂല, ഈശാനി കോണൊക്കെ. ഇന്ന് നമുക്കറിയേണ്ടത് ദിശകളെ പറ്റിയിട്ടാണ്, ദിക്കുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ കിഴക്ക് ദിക്ക്, അങ്ങനെ ദിക്കുകളുണ്ട്. സാറ് തന്നെ തുടങ്ങിയ. ശരിയാണ്. എപ്പോഴും നമ്മൾ മൂലകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദിക്കുകൾ ഇവിടെ മറഞ്ഞിരിക്കുന്നു. വാസ്തുവിൽ പ്രവചനങ്ങൾ മുക്കിനും ദിക്കിനും ഉണ്ട്. അപ്പോൾ മുക്കുകളെല്ലാം ആവുന്നത് രണ്ട് ദിക്കുകൾ ചേരുമ്പം അത് മുക്കാവുന്നു. അതല്ല ദിക്കുണ്ടെന്നേ. അപ്പോൾ ഒരു ദിക്കിനെ എങ്ങനെ തിരഞ്ഞെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരഞ്ഞെടുക്കുന്ന ദിക്കിന് കിഴക്കാണെന്ന് വയ്ക്കാം. നമുക്ക് കിഴക്ക് തന്നെ തുടങ്ങാം. തിരഞ്ഞെടുക്കുന്ന ദിക്ക് കിഴക്കാണെന്ന് വയ്ക്കാം. ആ കിഴക്ക് ഭാഗം മുഴുവനും കിഴക്കല്ല, അതിൻ്റെ വടക്കേ മൂലം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഈശാന്യം. അതിന് 9 ഭാഗിക്കുക. അതിൽ ആദ്യം വരുന്ന 2 ബോക്സ് വടക്കിനോട് ചേരുന്ന 2 ബോക്സും അത് കിഴക്ക് ഈശാന്യമാണ്. ഇനി തെക്ക് മൂലയോട് ചേരുന്ന 2 ബോക്സും ആഗ്നേയമാണ്. അപ്പോൾ 9 ബോക്സിൽ 4 ബോക്സ് പോയില്ല. ഇതിനടുത്ത് മധ്യത്തിലുള്ള 5 ബോക്സാണ് ട്രൂ ഈസ്റ്റ്. അത് മാത്രമാണ് ഈസ്റ്റ്. ഇതിനെ ഡെവലപ്പ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിഗ്രിയെ കുറിച്ച് പഠിക്കണം. അത് ഡിഗ്രിയെ കുറിച്ച് പഠിക്കേണ്ടതാണ്. ഇതാണ് ട്രൂ ഈസ്റ്റ്. ഇത് 0 ഡിഗ്രി ആണെങ്കിൽ ഒരു ക്ലാസ് സ്റ്റൈലിൽ നമുക്ക് 0 ഡിഗ്രിയെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. കോമൺ ഡിഗ്രി മാറുമ്പോഴത്തേക്കും അത് അതുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ അഭിപ്രായം കൂടെ കേൾക്കണം നിങ്ങൾ വീട് പണി ചെയ്യുമ്പോൾ. ട്രൂ നോർത്ത് ആണെങ്കിൽ ട്രൂ ഈസ്റ്റ്, ട്രൂ സൗത്ത്, ട്രൂ വെസ്റ്റിനൊക്കെയാണ് നിങ്ങൾക്ക് ഈ പ്രഡിക്ഷൻ ധാരാളം. അപ്പോൾ എപ്പോഴും സെൻട്രൽ വരുന്ന ആ 5 ബോക്സാണ് 9 ബോക്സായിട്ട് ഭാഗിക്കുന്നു. അതിൽ 2 ബോക്സ് കിഴക്ക് ഈശാന്യം, 2 ബോക്സ് തെക്ക് ആഗ്നേയം, മധ്യത്തിൽ വരുന്ന 5 ബോക്സാണ് ട്രൂ ഈസ്റ്റ്. ഈ ട്രൂ ഈസ്റ്റ് എപ്പോഴും പകുതി നീചവും പകുതി ഉച്ചവുമായിരിക്കും. അതിൻ്റെ വടക്കിലോട്ട് കയറുന്നതെല്ലാം ട്രൂ ഈസ്റ്റിൽ ഉച്ചവും, തെക്കിലോട്ട് പോകുന്നത് മധ്യത്തിൽ നിന്ന് അത് നീചവുമായിരിക്കും. ഇതിൽ ആദ്യത്തെ 2 ബോക്സ് പറഞ്ഞില്ലേ, കിഴക്ക് ഈശാന്യം. ആ കിഴക്ക് ഈശാന്യം ഉഗ്ര ഉച്ചത്തിലും പെടുന്നു. എന്നാൽ കിഴക്ക് മധ്യം വരെ ഉച്ചം, കിഴക്ക് ഈശാന്യം വരെ ഉഗ്ര ഉച്ചം. ഇത് മിക്കവാറും ഞാൻ കാണുന്ന കോമഡി എന്ന് വെച്ചാൽ കടകളിൽ ഇത് കിട്ടത്തില്ല. വ്യാപാര സ്ഥാപനങ്ങളിൽ അവർ നോക്കുമ്പോൾ തെക്ക് നോക്കിയിരിക്കുന്ന ഒരു കടയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ചുമര് പൂർണ്ണമായും അടഞ്ഞിരിക്കും. കഷ്ടിച്ച് പിന്നിൽ എപ്പോഴെങ്കിലും ഒരു എക്സ്ട്രാ സോളോ കാര്യങ്ങൾ എന്തെങ്കിലും കാണും. അപ്പോൾ കിഴക്ക് അവർ പൂർണ്ണമായും ആ കട നഷ്ടപ്പെട്ടു. അത്തരം കടകളിൽ വടക്കോ തെക്കോ മുഖമായിരിക്കുന്ന കടകൾ കൂടുതലും വിജയിക്കുക സ്ത്രീ സംബന്ധമായ വ്യാപാരങ്ങൾക്കായിരിക്കും. ഒരു ഫാൻസി സ്റ്റോറോ, ഒരു ജ്വല്ലറിയോ, ഒരു ലേഡീസ് ആൻഡ് കിഡ്സോ, ഇതെല്ലാം വടക്ക് മുഖമായ വീടുകൾ, തെക്ക് മുഖമായ വീടുകൾ ഇത്തരം സ്ത്രീ സംബന്ധമായ ബിസിനസ് ആവശ്യങ്ങൾ കൂടുതൽ വിജയിക്കാൻ സാധ്യത ഉണ്ട്. ഒരു പക്ഷേ അത് ആ കടയിൽ ഒരു പുരുഷനാണ് ഇരിക്കുകയാണെങ്കിൽ പോലും വിജയിക്കില്ല. കിഴക്കില്ലാത്തൊരു കടയിൽ പുരുഷനിരുന്നാൽ വിജയിക്കില്ല. ഇനി ഈ ഫാൻസി സ്റ്റോറോ മറ്റൊന്നുമല്ല, സാധാരണ ഒരു വീട്ടിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, കിഴക്കടഞ്ഞ വീട്ടിൽ സ്വാഭാവികമായും ആ വീടിന്റെ ഓണർഷിപ്പ് സ്ത്രീക്ക് പോകും. അത് നിർബന്ധമായും പുരുഷൻ കയ്യിൽ വെച്ചിരുന്നാൽ പുരുഷന്റെ വയസ്സ് അധികം അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ പുരുഷനോട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. അപ്പൊ കിഴക്കില്ലാത്ത വീട് ബുദ്ധിപൂർവ്വം നിങ്ങൾ സ്ത്രീയുടെ പേരിൽ തന്നെയാണ് വീട് കൊടുക്കേണ്ടത്, അല്ലൊരു മാറ്റമില്ല. അതേപോലെ വടക്കില്ലാത്തൊരു വീട്ടിൽ പുരുഷന്റെ പേരിലാണ് ആ വീട് കൊടുക്കേണ്ടത് നിങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീക്ക് ആയുസ് കുറയും. കാരണം വീടിന് ഒരു സ്വഭാവമുണ്ട്, വീടൊരു ജീവനാണ്. നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ് വീട്. അതിന് ചില ശാഠ്യങ്ങളുണ്ട്, അതിന് ചില സ്നേഹങ്ങളുണ്ട്, അത് ചില സമയങ്ങളിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കും, ചില സമയങ്ങളിൽ നമുക്ക് അനുകൂലമായി ബാധിക്കും. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് വീടിനെ കാണേണ്ടത്. സോ വീട് അസയും മറ്റും അസയാ പൊരുൾക്കൾ എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതായത് അനങ്ങുന്നതും അനങ്ങാത്തതുമായ പൊരുൾക്കൾ. അത് വീട് അനങ്ങാത്തതാണ്. അപ്പോൾ അതിന് എണീറ്റ് വരാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം നമ്മൾ കൂടുതൽ ചോദിക്കണം. നമ്മൾ പറയത്തില്ലേ, സംസാരിക്കാനും ഇരിക്കാനും നടക്കാനൊന്നും പറ്റാത്തൊരു മനുഷ്യനാണ്, അതുകൊണ്ട് നമ്മളാ കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടതെന്ന് പറയും പോലെ ഒരു വീട് അസയും മറ്റും അസയാ പൊരുൾക്കൾ എന്നുള്ള ഒരു ചിട്ടയിൽ ഇത് അസയാ പൊരുൾക്കൽ, അനങ്ങാത്ത സംവിധാനങ്ങളിൽ ചേർക്കേണ്ട സാധനമാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാ പോയി ചോദിക്കേണ്ടത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതിനെന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും സംഭവിക്കുന്നു, എന്തെങ്കിലും കൂടുതൽ വൃത്തിയാക്കണോ, കൂടുതൽ ഭാഗങ്ങളിലൊക്കെ വെളിച്ചം വരുന്നുണ്ടോ എന്ന് അങ്ങോട്ട് നോക്കാം. അതൊരു ജീവനാണ്. അങ്ങനെ സാങ്കല്പികമായി നമുക്ക് അങ്ങനെയും കരുതി കഴിഞ്ഞാൽ വാസ്തുവിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ കിഴക്കെന്ന് പറയുന്നത് ഈ ട്രൂ ഈസ്റ്റ് എവിടെ നഷ്ടപ്പെടുന്നുവോ സൂര്യനെ പൂർണ്ണമായും അവർ നഷ്ടപ്പെട്ടു എന്നർത്ഥം. മറ്റത് സിങ്ക് ആവുന്ന വെളിച്ചമാണ്. കിഴക്ക് ഈശാന്യവും വടക്ക് ഈശാന്യവും കൂടെ ചേർന്ന് 45 ഡിഗ്രി പരിസരങ്ങളിൽ സിങ്കാണത്. അതുപോലെ തന്നെ ആഗ്നേയത്തിൽ സിങ്കാണ്. ട്രൂ
ട്രൂ സൂര്യ വെളിച്ചം വരുന്നത് ഈ മധ്യഭാഗത്ത് 5 ബോക്സാണ്. ആ ഭാഗങ്ങളിൽ കൃത്യമായി തെറ്റ് ചെയ്യുന്നവർക്ക് കിഴക്കിന്റെ അനുഗ്രഹം കുറവായിരിക്കും. കിഴക്കിന്റെ അനുഗ്രഹങ്ങൾ എന്താ? പൗരുഷം. ഇപ്പോ വീട് എന്നുള്ളത് എപ്പോഴും സ്ത്രീ തന്നെയാണ്. ഒരു തലം, അവിടെ 2 അംഗങ്ങളുടെ പ്രവേശനം കൊണ്ടുണ്ട്. നിശബ്ദമായി നമുക്ക് കിടക്കുന്നത് ചന്ദ്രൻ്റെതാണ്. ചന്ദ്രൻ എന്നുള്ളത് മനം, സൂര്യൻ എന്നുള്ളത് നമ്മുടെ ആത്മാവും. അപ്പോൾ ഒരു വീടിന് മനസ്സും ആത്മാവും ഉണ്ട്. മനോകാരകത്വം പേറുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന്റെ സാന്നിധ്യവും ഒരു വീട് ഉൾക്കൊള്ളുന്നു. ഇത് നോൺ മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇതുണ്ട്. പൗർണമി വെളിച്ചവും സൂര്യ വെളിച്ചം പോലെ മറ്റൊരു എനർജി വീട്ടിലോട്ട് കടത്തി വിടുന്നു. പൗർണമി സൂര്യന്റെ വെളിച്ചം തന്നെയാണ് ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നു. പക്ഷെ അത് വാസ്തുവിൽ ഇത്ര ഡിഗ്രിക്ക് മേൽ പൗർണമി വെളിച്ചം അതിനും പ്രാധാന്യമുണ്ട്. ഇതിലൂടെയാണ് വീട് ക്ലെൻസ് ആവുന്നത്. ഒരു പക്ഷേ വാസ്തു രീതികളിൽ നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന സബ്ജക്റ്റ്, ഒരു ടെക്നീഷ്യൻ്റെ ഉത്തരവാദിത്തമാണത്. എങ്ങനെ അപ്പം ചില വാസ്തു പരിഹരിക്കാൻ പറ്റാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരത് നിശബ്ദമായി നോക്കുന്നത് പൗർണമി വെളിച്ചം എത്തുന്ന സംവിധാനങ്ങളാണ് ഞാൻ നോക്കുന്നത്. അവിടുത്തെ എയർ ഹോൾസ്, അവിടുത്തെ വിൻഡോസ്, അല്ലെങ്കിൽ അവിടുത്തെ വെന്റിലേഷൻ. അപ്പോൾ ഒരു വീടിന് 2 കാരകത്വമുണ്ട്. ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ. ചന്ദ്രൻ മനോകാരകൻ, സൂര്യൻ ആത്മാവ്, ജീവൻ, DNA, സ്പേം. കിഴക്കിനെയാണ് ഇന്ദ്രന്റെ ദിക്കെന്ന് പറയാം. ഇന്ദ്രൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയം. ഇന്ദ്രിയം എന്നാൽ സ്പേം, ബീജം. അപ്പോൾ ഈ ബീജജീവന്റെ ഉത്ഭവവും അതിൻ്റെ പരിണാമവും സൂര്യ വെളിച്ചവുമായി ഒരുപാട് ബന്ധമുണ്ട്. ഇതാണ് വാസ്തു. സോ കിഴക്ക് എങ്ങനെ ആണുങ്ങളുടെ ദിക്ക എന്ന് മനസ്സിലായില്ലേ? കിഴക്കിന്റെ ദിക്ക് ഇന്ദ്രൻ, ഇന്ദ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം, ബീജം. അപ്പൊ ബീജജീവനും സൂര്യനുമായിട്ടുള്ള കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ കിഴക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം? അപ്പോൾ ഒരു വീടിന്റെ ധൈര്യം, അല്ലെങ്കിൽ ആ വീടിനുള്ളിൽ സംഭരിക്കുന്ന എനർജി, അത് കഴിക്കുന്ന ആൾക്കാർ. കാരണം വീടിനുള്ളിൽ വരുന്ന ഭക്ഷണമാണ് ഈ കോസ്മിക്. ഈ കോസ്മിക് നമ്മൾ ബിരിയാണി കഴിക്കുക, പക്ഷെ നമ്മുടെ ശരീരം കഴിക്കുന്നത് കോസ്മിക്കാ. ആസ്ട്രൽ ബോഡി, ഹ്യൂമൻ ബോഡി. മനസ്സിലായില്ലേ? അപ്പം വീടിനുള്ളിൽ കടന്നു വരുന്ന സൂര്യപ്രകാശവും ആ സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളും കോസ്മിക്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിന് പകരം വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നേ, ട്രില്യൺസ് ഓഫ് സെൽസ് ശരീരത്തിനുള്ളിൽ. ഈ സെൽസാണ് ഈ കോസ്മിക് എനർജി റിസീവ് ചെയ്യുന്നതും. ഇതിന് പ്രകാരമാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ചക്രാസും ആയി കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് എത്രത്തോളം സമർത്ഥമായി നിങ്ങൾ ഈസ്റ്റിനെ ബഹുമാനിക്കുന്നുവോ, ഈസ്റ്റിനെ ഒരു വീട്ടിനുള്ളിൽ കടത്തിവിടുന്നുവോ, അത്രത്തോളം സമർത്ഥമായി ആ വീടും ആ വീട്ടിനുള്ള മറ്റു ജീവൻ, മീൻസ് നിങ്ങൾ മനുഷ്യർ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലൊരു പെറ്റ്സ് ഉണ്ടെന്ന് വയ്ക്കുക, അവർക്കും ഈ വാസ്തു ബാധകമാണ്. സകല ജീവജാലങ്ങളും ആ വീട്ടിനുള്ളിലുള്ള കോസ്മിക് ഭക്ഷണമായി കഴിക്കുന്നു. അവരുടെ ആസ്ട്രൽ ബോഡി, ഹ്യൂമൻ ബോഡി ബിരിയാണി പോലത്തെ മറ്റു സംവിധാനങ്ങൾ കഴിക്കുന്നു, അല്ലേ? അപ്പോൾ കിഴക്ക് ദിക്കിനെ കുറിച്ച് പറയുമ്പോൾ, കാരണം മുക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിത്യ ചോദിച്ചത് നല്ലതാ. നമ്മളെപ്പോഴും എല്ലാവരും മുക്കുകളെ കുറിച്ചാണ് പറയുന്നത്, ദിക്കുകളെ കുറിച്ച് അധികം ആരും വിട്ടുപോകുന്നു. അപ്പോൾ ദിക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. 99 ഡിവൈഡ് ചെയ്യുക, അതിൽ മധ്യത്തിലുള്ള 5, 2 അപ്പുറത്തായിട്ട് പോകുന്നു. മനസ്സിലായില്ല? അത് വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ ആ ട്രൂ ഈസ്റ്റ് വളരെ പൂർണ്ണമായും വീട്ടിനുള്ളിൽ ആര് ഉപയോഗിക്കുന്നുവോ ആ വീട് രക്ഷപ്പെടും. ഒരു നിർഭാഗ്യവശാൽ എൻ്റെ ബാല്യം ഇത് അനുവദിക്കാത്തൊരു ബാല്യമായിരുന്നു. അങ്ങനെ വാസ്തു ദോഷമുള്ളൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ബാല്യം. അതിൻ്റെ ഒരുപാട് പോരായ്മകളും മനസ്സിലായി. പിന്നെ വാസ്തു പഠന രീതിയിൽ വരുമ്പോൾ ഇതുമായി കണക്ട് ചെയ്യും. പിന്നെ എൻ്റെ ബന്ധുക്കളായിരുന്നാലും എൻ്റെ കാഴ്ചയിലുള്ള മറ്റു വീടുകളായിരുന്നു എല്ലാം വെച്ച് കണക്ട് ചെയ്ത് വായിച്ച് എൻ്റെ പഠന സമയങ്ങൾ ഒരുപാട് സത്യങ്ങൾ ഈ പരീക്ഷണങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഞാനും ഇതിനകത്ത് ഒരു ബാധിക്കപ്പെട്ടൊരു വ്യക്തി തന്നെയായിരുന്നു ഒരു കാലത്ത്. ഇത് മാത്രമല്ല, ഒരു വീട് ആ വീട്ടിൽ വസിക്കുന്നവരുടെ അസുഖങ്ങളെയും തീരുമാനിക്കുന്നു. വാസ്തുവിൻ്റെ സൂക്ഷ്മ പഠനങ്ങളിലെല്ലാം വളരെ കൃത്യമായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ തച്ച് ശാസ്ത്രം എന്നുള്ള രീതിയിൽ ഒരിക്കലും വാസ്തുവിനെ കാണരുത്. തച്ച് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു, വാസ്തു എന്താണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. തച്ചല്ല വാസ്തു. ഒരു മനുഷ്യ ശരീരത്തിൽ അവനുണ്ടാകേണ്ട അസുഖങ്ങൾ, അവൻ എവിടെയൊക്കെയാണ് ബലഹീനമായി പോകും, എവിടെ ബലഹീനമാകുന്നില്ലെന്ന് വരെ വാസ്തുവിലൂടെ പഠിക്കാൻ പറ്റും. ഇന്ന് വളരെ വിശാലമായ ലോകവും അതിസമർത്ഥമായ ടെക്നോളജികളും പിന്നെ നമ്മുടെ ചിന്തകൾ ഇത്രത്തോളം പിന്നിലോട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാത്തത്. കാരണം ഇപ്പം ഞാനായിരുന്നില്ല, അത് തന്നെയാണ്, പാസ് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. പക്ഷേ വാസ്തു പഠനങ്ങൾ ഒരു വ്ളോഗുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ആധികാരികതയോടെ സംസാരിക്കണം. ശരി, പഴയ കാര്യങ്ങളായിരുന്നാലും ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം,
ഒരു മനുഷ്യൻ്റെ ഇടത് കൈ, ഇടത് കാല് ഇവിടെയൊക്കെ ബാധിക്കപ്പെടുന്നത് വായുവ്യ ഫാൾട്ട് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ഇടത് കൈയും ഇടത് കാലും ഇടത് എന്നുള്ള സംവിധാനങ്ങളെല്ലാം വായു വിഭാഗത്തിൽ വരുന്നതാണ്. ആ വായുവിൻ്റെ ബോർഡർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറിൻ്റെ തെക്കേ മൂല തൊട്ട് പടിഞ്ഞാറിൻ്റെ വടക്കേ മൂല വരെ നമുക്ക് എടുക്കാം. അവിടെ ഉണ്ടാകുന്ന ഫോൾട്ട് ഒരു മനുഷ്യൻ്റെ ഇടത് കൈ ഇടത് കാലുമായി ബന്ധപ്പെട്ട് ഇടതിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്താ ഫോൾട്ട് വരിക? ചിലപ്പോൾ വലിയ കുഴികൾ, സെപ്റ്റി ടാങ്ക്. ഇവിടെ പല വീടുകളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വായു മൂലയിലാണ് സെപ്റ്റി ടാങ്ക്. ഒരിക്കലും ചെയ്യരുത്. വായു മൂല എന്നുള്ളത് ചിന്തകളെയും കണക്ട് ചെയ്ത് നമ്മൾ നോക്കണം. വായു മൂലയിലാണ് ചിന്തകൾ. ഞാൻ എപ്പോഴും പറയുന്നത്, വായുവ്യത്തിൽ ഉണ്ടാകുന്ന ഫോൾട്ട് ആ വീട്ടിലെ യുവജനങ്ങളെ മാനസിക വൈകല്യങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹബന്ധം കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാനസിക വൈകല്യം എന്ന് പറയുന്നത് സ്നേഹബന്ധങ്ങൾ തന്നെയാണ്. അത് വളരെ തുറന്ന് ഞാൻ സംസാരിച്ച് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വായു മൂലയിൽ കൊണ്ട് കുഴികൾ വയ്ക്കുന്നു? വായു മൂല എന്നുള്ളതല്ല, വായുവ്യ പരിസരങ്ങളിൽ എവിടെയും കിണറോ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടർ ടാങ്കോ ഈശാന്യത്തേക്കാൾ താഴ്ന്നോ ഇങ്ങനെ ഒരു പ്രതിഭാസം പാടില്ല. അപ്പോൾ വായുവ്യത്തിലൂടെ ഉണ്ടാകുന്ന ഫോൾട്ടുകൾ അതിൻ്റെ എൻഡ് തെക്കേ പടിഞ്ഞാറിൻ്റെ തെക്ക് മൂല വരെ ഉണ്ടാവും. ഇവിടങ്ങളിൽ നടക്കുന്ന എല്ലാ ഫോൾട്ടുകളും ഒരു മനുഷ്യൻ്റെ ഇടതിനെ ബാധിക്കുന്നു. ഇടത് കൈ ഇടത് കാൽ. ആക്സിഡൻ്റ് ആയിരിക്കാം, ചിലപ്പം നരമ്പിൻ്റെ ശേഷി നഷ്ടപ്പെടുന്നതായിരിക്കാം. വായുവ്യത്തിലുണ്ടാകുന്ന ഓഫ്കോഴ്സ് നിങ്ങൾക്ക് വെയിൻ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വെരിക്കോസ് വെയിൻ, സ്ത്രീകൾക്ക് യൂട്രസ്, പിന്നെ വായുവ്യത്തിൻ്റെ മേളിൽ നിങ്ങൾ അപ്പർ ടാങ്ക് വെച്ച് വാട്ടർ ടാങ്ക് വെച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്സിനുള്ള സാധ്യതയുണ്ട്. ഹാർട്ട് ബ്ലോക്ക്, ഹൃദയ സംബന്ധമായ ഫോൾട്ടുകളെല്ലാം വരാനുള്ള ഒത്തിരി ചാൻസസ് അതിനകത്തുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട വീട്ടിൽ അത് മാറ്റിയതിനു ശേഷം ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായി പോകുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു സബ്ജക്റ്റ്, ഒരു മനുഷ്യൻ്റെ വലത് ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് അഗ്നി മൂലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്നേയ ഭാഗങ്ങളിൽ വരുത്തിയ തെറ്റ്, അതിൻ്റെ ലിമിറ്റ് അഗ്നി മൂലയിൽ നിന്നും കിഴക്കിൻ്റെ വടക്കേ മൂല വരെ ദിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട്, നേരത്തെ പടിഞ്ഞാറാണ്, ഇത് കിഴക്ക് ദിക്കിനെ എടുത്ത് അതിൻ്റെ അഗ്നി മൂലയിൽ നിന്നും വടക്കേ മൂല വരെയുള്ള ഈ ലെങ്തിലുണ്ടാകുന്ന ഫോൾട്ട് ആ മനുഷ്യ ശരീരത്തിൻ്റെ വലത് ഭാഗത്തിന്, വലത് കൈ വലത് കാൽ ബാധിക്കും. അതെങ്ങനെയാണ്? ചിലപ്പോൾ ആക്സിഡൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒടിഞ്ഞതായിരിക്കും, നരമ്പ് സെറ്റാവാത്തതായിരിക്കും, മുറിവുകളായിരിക്കാം. ഇതെല്ലാം വലത് ഭാഗത്തുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ നിയന്ത്രിക്കാം. ഇങ്ങനെയാണ് പുരാതന കാലങ്ങളിൽ വാസ്തുവിലൂടെ ഒരു മനുഷ്യൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം ബ്ലോഗുകളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ എത്തിപ്പെടാൻ പറ്റാത്തവർ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളൊരു വാശിയിലല്ല. എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലും ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് ഒരു മിനിമം നോളജ് എങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. മനുഷ്യനെല്ലാം പഴമയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആൾക്കാരാണ് പുതുമയെ കൊതിക്കുന്നു. സാമ്പത്തിക ഭദ്രത അനുഭവിച്ചവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്നും പഴമയാണ് കൊതിക്കുന്നത്. അവർക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും ഇനി വരുന്ന പോകുന്ന വലിയൊരു അപകടമാണെന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഞാനത് പറയുന്നില്ല. രാജ്യം മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ചിന്തകളിൽ പലരുടെയും പുതുമയെ കണ്ട് മടുത്ത ആൾക്കാർ പഴമയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാലം ഇനി വരുന്നേ. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അന്ന് ഉണരും. മനസ്സിലായില്ലേ? ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.